ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ലോർഡ്സിൽ ആവേശകരമായ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. ഇംഗ്ലണ്ടിനെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബോളർമാർ 192 റൺസിന് എറിഞ്ഞു വീഴ്ത്തി. എന്നാൽ അതേ നാണയത്തിൽ ഇംഗ്ലണ്ട് തിരിച്ചടിക്കുകയാണ്. നാലാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 58 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായി. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, കരുൺ നായർ, ആകാശ് ദീപ് എന്നിവരാണ് ഇന്ത്യൻ നിരയിൽ പുറത്തായത്. 33 റൺസ് എടുത്ത KL രാഹുൽ പുറത്താകാതെ നിൽക്കുകയാണ്. മത്സരത്തിന്റെ മൂന്നാം ദിനം അവസാനത്തോടെ നാടകീയ രംഗങ്ങൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത്. ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ ഉയർത്തിയ 387 റൺസിന് മറുപടിയായി ഇന്ത്യയും അതേ സ്കോറിൽ പുറത്തായി. ഇതോടെ മൂന്നാം ദിനം തന്നെ ബാറ്റുമായി ഇറങ്ങാൻ ഇംഗ്ലണ്ട് ഓപ്പണർമാർ നിർബന്ധിതരായി. 2 ഓവറുകൾ പന്തെറിയാൻ ബാക്കി സമയമുണ്ടായിരുന്നു. എന്നാൽ മനഃപൂർവ്വം കളി വൈകിപ്പിക്കാനാണ് ഇംഗ്ലണ്ട് താരങ്ങൾ ശ്രമിച്ചത്. ഇതോടെ ഇന്ത്യൻ താരങ്ങൾ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് ഓപ്പണർമാരായ സാക് റൗളിയുടെയും ബെൻ ഡക്കറ്റിന്റെയും ഈ നീക്കത്തെ ചതിയെന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഫാറൂഖ് എഞ്ചിനീയർ. ഇംഗ്ലണ്ടുകാർ ഇതിനെ പ്രൊഫഷണലിസം എന്ന് വിശേഷിപ്പിക്കുമെന്നും എന്നാൽ താൻ ഇംഗ്ലണ്ടിനെയും സാക് റൗളിയുടെയും നീക്കത്തെ ചതിയെന്നാണ് വിളിക്കുകയെന്നും ഫാറൂഖ് എഞ്ചിനീയർ പറഞ്ഞു. ഇംഗ്ലീഷ് താരങ്ങൾ മത്സരം വൈകിപ്പിക്കുന്നതിനാണ് ശ്രമിച്ചതെന്നും ഇത് ക്രിക്കറ്റ് അല്ലെന്നും ഫാറൂഖ് എഞ്ചിനീയർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ കളിശൈലിയെയും ഫാറൂഖ് എഞ്ചിനീയർ വിമർശിച്ചു. ഇന്ത്യക്കെതിരെ ഈ ശൈലി നടക്കില്ലെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ബംഗ്ലാദേശിനെതിരെയോ അഫ്ഗാനിസ്ഥാനെതിരെയോ ശ്രീലങ്കയ്ക്കെതിരെയോ ബാസ്ബോൾ ശൈലിയിൽ കളിക്കാമെന്നും എന്നാൽ ഇന്ത്യക്കെതിരെ അത് നടക്കില്ലെന്ന് താൻ മുമ്പേ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഫാറൂഖ് എഞ്ചിനീയർ പറഞ്ഞു. ഇംഗ്ലണ്ട് പൂർണ്ണമായും ബാസ്ബോൾ ശൈലിയിലേക്ക് മാറിയാൽ ഇന്ത്യ പരമ്പര സ്വന്തമാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 1961-75 കാലഘട്ടത്തിൽ ഇന്ത്യക്കായി 46 ടെസ്റ്റ് മത്സരങ്ങളും 5 ഏകദിന മത്സരങ്ങളും കളിച്ച വ്യക്തിയാണ് ഫാറൂഖ് എഞ്ചിനീയർ. ടെസ്റ്റിൽ 16 അർദ്ധ സെഞ്ചുറികളും 2 സെഞ്ചുറികളും സഹിതം 2611 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതേസമയം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് ആവേശകരമായി മാറിയിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ബോളിംഗ് പ്രകടനവുമായി ഇന്ത്യ തിളങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് 192 റൺസിന് ഓൾ ഔട്ടായി. നാലാം ദിനം ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ബോളർമാർ മികച്ച രീതിയിൽ നേരിട്ടു. തുടക്കത്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ബെൻ ഡക്കറ്റിനെ പുറത്താക്കി മുഹമ്മദ് സിറാജാണ് വിക്കറ്റ് വേട്ടക്ക് തുടക്കം കുറിച്ചത്. ഡക്കറ്റിന്റെ വിക്കറ്റ് ആവേശകരമായ രീതിയിലാണ് സിറാജ് ആഘോഷിച്ചത്. തലേദിവസം കളി വൈകിപ്പിച്ചതിനുള്ള മറുപടി കൂടിയായിരുന്നു ഈ ആഘോഷം. തൊട്ടു പിന്നാലെ ഒലി പോപ്പിനെയും സിറാജ് പുറത്താക്കി. സാക് റൗളിയെ നിതീഷ് കുമാർ റെഡ്ഡി കൂടി വീഴ്ത്തിയതോടെ ഇംഗ്ലണ്ട് 50-3 എന്ന നിലയിലായി. 23 റൺസെടുത്ത ഹാരി ബ്രൂക്കിനെ ആകാശ് ദീപും പുറത്താക്കി. ഇതോടെ ഇംഗ്ലണ്ട് അപകടം മണത്തു. 5-ാം വിക്കറ്റിൽ ജോ റൂട്ടും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും ഒത്തുചേർന്നതോടെ ഇംഗ്ലീഷ് ഇന്നിംഗ്സ് പതിയെ മുന്നോട്ട് പോയി. വാഷിംഗ്ടൺ സുന്ദറിന്റെ തകർപ്പൻ പ്രകടനത്തിനാണ് ലോർഡ്സ് പിന്നീട് സാക്ഷിയായത്. അപകടകാരികളായ റൂട്ടിനെയും സ്റ്റോക്സിനെയും ജാമി സ്മിത്തിനെയും സുന്ദർ പുറത്താക്കി. ബുംറ കൂടി രംഗത്തെത്തിയതോടെ ഇംഗ്ലണ്ടിന് പിന്നീട് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 193 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. ഇന്നിംഗ്സിന്റെ 2-ാം ഓവറിൽ റണ്ണെടുക്കും മുമ്പ് ജയ്സ്വാളിനെ ജോഫ്ര ആർച്ചർ വീഴ്ത്തി. കരുൺ നായരെയും ശുഭ്മാൻ ഗില്ലിനെയും ബ്രൈഡൻ കാസ് പുറത്താക്കി. നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയ ആകാശ് ദീപ് ബെൻ സ്റ്റോക്സിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങി. മത്സരത്തിന്റെ 5-ാം ദിനം ഇന്ത്യക്ക് വിജയിക്കാൻ 135 റൺസ് കൂടി വേണം. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ KL രാഹുലിലും അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്തിലുമാണ് ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷ. നിതീഷ് റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ തുടങ്ങിയവരും ഇന്ത്യൻ ടീമിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ലോർഡ്സിൽ ആര് ജയിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.